രാവിലെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുവാണ് ചെക്കൻ. ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും എൻ്റെ കൂടെ ഞാൻ എന്താ ചെയ്യുന്നത് അതൊക്കെ അവന് കാണണം. ആദ്യമൊക്കെ ഞാൻ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് അടുക്കളയിൽ ഒരു ജോലികൾ ചെയ്യുമായിരുന്നു. എൻ്റെ നടുവ് അത് മാത്രമല്ല 2 കൈയും കൂടെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവൻ താഴെ വയ്ക്കും, വീണ്ടും എടുക്കും, വീണ്ടും ചെയ്യും. ഇപ്പം ഞാനൊരു കംഫർട്ടബിൾ സീറ്റ് കണ്ടുപിടിച്ച് ഞാൻ അവനെ ഇപ്പോൾ ഇരുത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അടുക്കളയിൽ ഈ പാത്രങ്ങളൊക്കെ എടുക്കുന്നത് ഓരോന്നൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ആശാന് അതൊക്കെ ഇഷ്ടമാണ്. കളറുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ തൊട്ടൊക്കെ ഇരുന്നോളും, ചെല്ലില്ലാതെ ഇരുന്നോളും. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, അവന് കാണണം സംഭവം. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാനിപ്പം ABC ജ്യൂസ് ഉണ്ടാക്കാനുള്ള, ശരിക്കും ABC ജ്യൂസ് അല്ല, ABC സ്മൂത്തി ആക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാനിന്ന്. സ്മൂത്തി എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനെപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റും വേവിച്ചിട്ടാണ് ജ്യൂസ് ആണെങ്കിലും കുടിക്കുന്നത്. എനിക്ക് പച്ചയ്ക്കത് അടിച്ച് കുടിക്കുന്നതിനോട് ഒരു തവണ ഞാൻ കുടിച്ചിട്ടുണ്ട്, എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേവിക്കും. അതുമാത്രമല്ല എൻ്റെ ഡൈജഷന് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ വേവിച്ചതാണ് കുറച്ചും കൂടി ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേവിക്കും. ഒന്നെങ്കിൽ ആവി കയറ്റും, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് സാധാരണ പോലെ വേവിച്ചെടുക്കും, ജസ്റ്റ് കുറച്ച് സമയം മാത്രം. ഇന്നിപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ആ രണ്ടും വേവിച്ചു. എന്നിട്ട് ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി അതിനെ എടുത്തിട്ടുണ്ട്. അതും വെച്ച് നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ് പഴം കൂടി ഇട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കും. എല്ലാത്തിലും നല്ല ബീട്രൂട്ടിൻ്റെ ചുവന്ന കളർ പിടിച്ചിട്ടുണ്ട്. പഴം കൂടി അടിച്ചത് തന്നെ നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ജ്യൂസ് പോലല്ല, നല്ല ക്രീമായിട്ട് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമും സ്മൂത്തിയൊക്കെ അറിയാമല്ലോ അതുപോലെ. എന്നിട്ട് അതിൽ ഗാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത്, പകുതി വെച്ചിരുന്ന ആപ്പിളില്ലേ അത് കട്ട് ചെയ്ത് വെച്ചു, പകുതി പഴം കൂടെ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പം ഞാൻ ഇട്ടത് ഹാലിം സീഡ് അല്ലെങ്കിൽ ആശാളി എന്ന് പറയുന്നത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചിയ സീഡ് ഇടാം, സബ്ജ സീഡ് ഇടാം, എന്ത് സീഡ്സ് വേണമെങ്കിലും ഇടാം. പിന്നെ നട്ട്സൊക്കെ നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് മ്യൂസിലിയാണ്. അതിനകത്ത് സീഡ്സും നട്ട്സും കൂടിയും ഒക്കെ ഉള്ള, കോൺഫ്ലേക്സ് എല്ലാം കൂടെ ഉള്ളതാണ്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ക്രിസ്പിനെസ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തു. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു. ഞാൻ പൊങ്ങച്ച് പറയില്ല, കഴിച്ചു നോക്കുക. ജ്യൂസിനേക്കാളും എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്.